അപ്പോൾ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഏതായാലും ഗൗരിശങ്കരത്തിൽ ഇപ്പോൾ കഥ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശങ്കർ സത്യങ്ങൾ മനസ്സിലാക്കുകയും ധ്രുവന്റെ പിന്നാലെ നമ്മുടെ ശങ്കർ വെച്ച് പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഗൗരിക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും അറിയത്തില്ല. ധ്രുവന്റെ പിറകിലാണ് ശങ്കർ എന്ന്. കാരണം ശങ്കർ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു വിശ്വാസത്തിലാണ് ഗൗരി. എന്നാൽ ഇതിന്റെ ഇടയിൽ തന്നെ നമ്മളെ കമല രാധാമണിക്കിട്ട് ചെറിയൊരു പണിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും നാള് ഗൗരിയെയും നമ്മുടെ കമലയൊക്കെ ഉപദ്രവിച്ചതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ രാധാമണിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ രാധാമണിയെ ഇങ്ങനെ പേടിപ്പിച്ച് മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് നമ്മളെ കമല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കഴിഞ്ഞാൽ ഞാൻ മുളക് പൊടി വാരി മുഖത്തെറിയും എന്ന് പേടിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് കമല ഒരിക്കലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, കമല ഒരു ഡിപ്രഷനിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നോർമലായിട്ടുള്ള ആളല്ല, ഇപ്പോൾ മെൻ്റലി പ്രശ്നങ്ങളുണ്ട് എന്ന് കമല ഒരിക്കലും അറിയരുത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമല ആ ഒരു കാര്യം രാധാമണി കമലയുടെ മുഖത്ത് നോക്കിയിട്ട് ഭ്രാന്തി എന്ന് വിളിച്ചപ്പോൾ കമലയ്ക്ക് ഭയങ്കരമായിട്ട് വയലൻ്റ് ആയിപ്പോയി. എന്നാൽ ആ ഒരു ഒരുപാട് വട്ടം ചോദിച്ച് പേടിപ്പിച്ച അവസാനം താൻ സ്വയം ഭ്രാന്തിയാണ് എന്ന് പറയുകയും പിന്നെ അവിടുന്ന് എങ്ങനെയൊക്കെയോ നമ്മൾ രാധാമണി രക്ഷപ്പെട്ടു പോവുകയാണ്. എന്നാൽ വീണ്ടും കമല അവിടുന്ന് അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് രാധാമണി നേരെ ഓടിച്ചെന്നത് നമ്മുടെ മഹാദേവന്റെ അടുത്തായിരുന്നു. മഹാദേവനോട് ചെന്നിട്ട് പറയുന്നുണ്ട്, കമല ഇതേപോലെ ഭ്രാന്തിയായിട്ട് ഒരുപാട് പണികൾ ചെയ്ത് കൂട്ടുന്നുണ്ടെന്നും എനിക്ക് കമല ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ല, ഞാൻ ഓരോ നിമിഷവും പേടിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കമല ഇവിടുന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ കമല ഇവിടുന്ന് മാറ്റണം, ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് അവിടെ മഹാദേവനോട് രാധാമണി പറയുന്നുണ്ട്. രാധാമണി വിചാരിച്ചത് അങ്ങനെയാണെങ്കിൽ നിന്റെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് കമല ഇവിടുന്ന് മാറ്റാം, അതുകൊണ്ട് രാധാമണിക്ക് അനുകൂലമായിട്ടായിരിക്കും മഹാദേവൻ ആ ഒരു കാര്യം ആ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത് എന്ന് രാധാമണി കുറച്ച് മനക്കണ്ണുകൊണ്ട് സ്വപ്നം കണ്ടുപോയി. പക്ഷെ അതൊന്നും അല്ല അവിടെ നടന്നത്. മഹാദേവനോട് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മഹാദേവൻ നേരെ തിരിച്ച് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് രാധാമണിയോടാണ്. കാരണം അത്രത്തോളം നല്ലൊരു കുട്ടിയായിരുന്നു കമല. നല്ല സൽസ്വഭിയായിട്ടുള്ള സൽസ്വഭാവിയായി നല്ല സ്വഭാവമുള്ള നല്ല ഗുണമായിട്ട് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ നീയും നിന്റെ മകനും കൂടി ചേർന്നിട്ടാണ് അവളെ ഇങ്ങനെ ഈ ഒരു പരുവത്തിലോട്ട് എത്തിച്ചത്. നീയും നിന്റെ മകനും ഒരുപാട് ദ്രോഹിച്ചതിന്റെ ഫലമായിട്ടാണ് കമലയ്ക്ക് ഇങ്ങനെ ഒരു ഭ്രാന്തിയായിട്ട് നിൽക്കേണ്ട അവസ്ഥ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും നാള് നിങ്ങൾ രണ്ടുപേരും അവളെ ഉപദ്രവിച്ചതിന്റെ ഫലങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തിരിച്ചടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവിടെ കമലയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച രാധാമണിയോട് മഹാദേവൻ പറയുകയും എന്നിട്ട് കമല നിന്നെ എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ അല്ലെങ്കിൽ അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് രാധാമണി പറഞ്ഞത് കമല തന്നെ കുത്തിക്കൊല്ലും, കമലയുടെ കയ്യിൽ എപ്പോഴും ഒരു കത്തിയുണ്ട്, അതുകൊണ്ട് തന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്നാണ് അവിടെ പറഞ്ഞത്. പക്ഷെ അവളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടെങ്കിൽ അവൾ നിന്നെ കൊന്നോട്ടെ, ഒരു കുഴപ്പമില്ല, കാരണം അത് നീ ചോദിച്ചു വാങ്ങിയത് എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അവളുടെ സ്വഭാവം ഇങ്ങനെ ആക്കിയത്, അവളെ ഭ്രാന്തിയാക്കി അവളെ കുറ്റക്കാരിയാക്കിയത് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ പിന്നെ അവൾ എന്ത് ചെയ്താലും ഞാൻ അത് ആ ഒരു രീതിയിലേ എടുക്കത്തുള്ളൂ, ഞാൻ ഇതിന്റെ ഇടയിൽ ഇടപെടാൻ വരത്തില്ല. ഇനി കമലയുടെ കുറ്റവും പറഞ്ഞ് നീ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിന്നെ ശരിപ്പെടുത്താൻ പോകുന്നത് ഞാനായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തി നമ്മുടെ മഹാദേവൻ രാധാമണി അവിടെ നിന്ന് അടിച്ചോടിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി രാധാമണിക്ക് ഒരു രക്ഷയില്ല. കമല ചെയ്യുന്നത് എല്ലാം അപ്പാടെ കേട്ടോണ്ട് നിൽക്കാനോ അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ട് നിൽക്കാനേ എനിക്ക് രാധാമണിക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ ഈ ഒരു കുറ്റവും കുറവും കൊണ്ട് ഒരിക്കലും മഹാദേവനോടോ മറ്റൊരാളോടോ പറയാനായിട്ട് അവിടെ രാധാമണിക്ക് സാധിക്കത്തില്ല. അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ വേണിയെയും ആദർശിനെയും തേടി മറ്റൊരു പ്രശ്നമാണ് എത്തിയിരിക്കുന്നത്. ആ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ സന്ധ്യ ചേച്ചിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആദർശിനെ തിരിച്ച് പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദർശ് എണീറ്റ് നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് വേണി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അത്രത്തോളം ആദർശിനെ സ്നേഹിക്കുന്നത്. അപ്പോൾ ആദർശിനെ വേണ്ടിയിട്ട് വേണി ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആദർശിന്റെ ദേഹമൊക്കെ ചൂടുവെള്ളം വെച്ച് തുടച്ച് എടുത്തിട്ട് ആദർശിനെ കൊണ്ട് പുറത്തു പോകാനായിട്ടായിരുന്നു അവിടെ വേണി നിന്നത്. ഈ ഒരു സമയത്തായിരുന്നു മഹാദേവൻ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് അവിടെ വേണിയെ നോക്കാൻ വേണ്ടിയിട്ടൊരു ഹോം നേഴ്സ് വരുന്നുണ്ട്. വന്ന പാടെ അവർ കാണുന്നത് ആദർശിന്റെ ദേഹമൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന വേണിയായിരുന്നു. അപ്പോൾ ഭാരപ്പെട്ട ജോലി ചെയ്യാൻ പാടില്ല എന്നും പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ
അത് കുഞ്ഞിനും അമ്മയ്ക്കും ആപത്താണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇനി ഭാരിച്ച ജോലികളൊന്നും ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്നവിടെ സന്ധ്യ ചേച്ചി വേണിയോട് പറയുകയും അങ്ങനെ വേണിയോട് ഇനി ആദർശിന്റെ കാര്യങ്ങൾ നോക്കരുത്, വേണി പ്രസവിക്കുന്നത് വരെ ആദർശിന്റെ കാര്യങ്ങൾ മറ്റൊരാൾ ആരെങ്കിലും നോക്കിക്കോണം, ഈ വീട്ടിലെ എത്രയോ പേരുണ്ട് അവർ നോക്കിക്കോണം എന്ന് വേണിയുടെ മുന്നിൽ വെച്ച് അവർ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വേണിക്ക് ഇഷ്ടപ്പെടാതെ അവരോട് ദേഷ്യപ്പെടുകയും മഹാദേവനാണ് അയച്ചത് എന്ന് അറിയുമ്പോൾ നേരെ മഹാദേവനെ വിളിച്ച് കാര്യം പറയുവാണ്. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ മഹാദേവൻ പറഞ്ഞത്, ശരി നിനക്ക് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഹോം നഴ്സിനെ തിരിച്ചു വിളിക്കാം, പക്ഷേ അങ്ങനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്, ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കണം. അപ്പൊ എന്താ കേൾക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, നീ പ്രസവം കഴിഞ്ഞ് കുട്ടി കയ്യിൽ കിട്ടുന്നത് വരെ നീ അവിടെ നിന്ന് ഇവിടെ വീട്ടിൽ വന്ന് നിൽക്കണം, എന്റെ വീട്ടിൽ വന്ന് നിൽക്കണം, ഇവിടെ രാധാമണി നിന്റെ കാര്യങ്ങൾ നോക്കിക്കോളാം, അല്ലാതെ അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം നിനക്ക് കുറച്ച് ഈ ഒരു ആത്മാർത്ഥത കൂടുതലായതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് ചെയ്യുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ ഇവിടെ വന്ന് നിൽക്കാം എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഹോം നഴ്സിനെ തിരിച്ചു വിളിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഹോം നഴ്സ് ആയിരിക്കും എന്ന് മഹാദേവൻ പറയുവാണ്. അപ്പൊ ഇനി എന്ത് തീരുമാനമായിരിക്കും വേണി എടുക്കാൻ പോകുന്നത്? എന്തായാലും ആദർശനെ വിട്ടിട്ട് വേണി ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല, പക്ഷെ ഹോം നഴ്സിനെ കൊണ്ട് ശല്യമായതുകൊണ്ട് തന്നെ ഇനി എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത്, ഇനിയൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.